നമസ്കാരം പ്രിയപ്പെട്ട ചാണക്യ വിഷൻ പ്രേക്ഷകരെ, ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സ്ത്രീകളുടെ ഹൃദയം കവരുന്ന ഒരു പുരുഷനിൽ കണ്ടിരിക്കേണ്ട 9 ശ്രേഷ്ഠമായ സ്വഭാവലക്ഷണങ്ങളാണ്. ഇത് വെറും വാക്കുകളല്ല, ജീവിതത്തിന്റെ കനൽ വഴികളിൽ വെളിച്ചം വീശുന്ന ദീപസ്തംഭങ്ങളാണ്. പുരാതന ഭാരതീയ ഗ്രന്ഥങ്ങളിലെ ഉദാഹരണങ്ങളിലൂടെയും ചാണക്യ സൂക്തങ്ങളിലൂടെയും ഈ ഗുണങ്ങളുടെ ആഴം നമുക്ക് മനസ്സിലാക്കാം. ശക്തമായ പ്രചോദനം നൽകുന്ന ഈ വീഡിയോ നിങ്ങളുടെ ജീവിത വീക്ഷണത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഒരൽപ്പം പോലും പാഴാക്കാതെ നമുക്ക് യാത്രയാരംഭിക്കാം. 1. ആത്മാഭിമാനം. ആത്മാഭിമാനം ഒരു പുരുഷന്റെ തേജസ്സാണ്. സ്വന്തം മൂല്യങ്ങളെയും കഴിവിനെയും തിരിച്ചറിഞ്ഞ് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ധൈര്യമാണ് ഇത്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി യാചിക്കാതെ സ്വന്തം കർമ്മങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകുന്നവനാണ് യഥാർത്ഥ പുരുഷൻ. ആത്മാഭിമാനമില്ലാത്ത ഒരു വ്യക്തി കാറ്റിൽ പറക്കുന്ന ഇലയെപ്പോലെയാണ്. എപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കേണ്ടിവരും. മഹാഭാരതത്തിലെ ശൂരനായ കർണൻ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. സൂതപുത്രൻ എന്ന പലരും അവഗണിച്ചപ്പോഴും തന്റെ വീര്യത്തിലും ദാനശീലത്തിലും സത്യസന്ധതയിലും കർണൻ ഉറച്ചുനിന്നു. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്തുപോലും ധർമ്മം അവഗണിച്ചതിന് അദ്ദേഹം സ്വയം കുറ്റപ്പെടുത്തി. ഇതാണ് ആത്മാഭിമാനത്തിന്റെ ശക്തി. ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു: ആത്മസമ്മാനം മനുഷ്യാണാം ഭൂഷണം പരം, തദ്വിനാ കിം ജഗത് സർവം ശൂന്യമത്രഹി. ആത്മാഭിമാനം മനുഷ്യർക്ക് ഏറ്റവും വലിയ ഭൂഷണമാണ്. അതില്ലാതെ ഈ ലോകം തന്നെ ശൂന്യമാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കുക. അതാണ് ഒരു സ്ത്രീ ഒരു പുരുഷനിൽ ആദ്യം ശ്രദ്ധിക്കുന്ന ഗുണം. രണ്ടാമതായി, അറിവും വിവേകവും. അറിവ് ഒരു പുരുഷന്റെ കരുത്താണ്. വിവേകം ആ അറിവിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള ബുദ്ധിയും. വെറും പുസ്തകങ്ങളിലെ വാക്കുകളല്ല അറിവ്, ജീവിതാനുഭവങ്ങളിലൂടെയും പഠനത്തിലൂടെയും നേടുന്ന ഉൾക്കാഴ്ചയാണ്. വിവേകിയായ ഒരു പുരുഷൻ ഏത് സാഹചര്യത്തിലും ശാന്തമായി ചിന്തിക്കുകയും ഉചിതമായ തീരുമാനമെടുക്കുകയും ചെയ്യും. പുരാതന ഭാരതീയ ഇതിഹാസങ്ങളിൽ വിതുരർ വിവേകത്തിന്റെ പര്യായമായിരുന്നു. മഹാഭാരതത്തിലെ നിർണായകമായ പല സന്ദർഭങ്ങളിലും ധൃതരാഷ്ട്രർക്ക് അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ വിവേകപൂർണമായിരുന്നു. ധർമ്മത്തെയും നീതിയെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ അറിവ് എല്ലാവർക്കും മാതൃകയാണ്. ചാണക്യൻ ഇപ്രകാരം പറയുന്നു: അജ്ഞഃ സുഖമാരാധ്യഃ സുഖതരമാരാധ്യതേ വിശേഷജ്ഞഃ, ജ്ഞാനലവദുർവിദഗ്ധം ബ്രഹ്മാപിതം നരം നരഞ്ജേതി. അതായത്, അറിയാത്തവനെ എളുപ്പത്തിൽ പഠിപ്പിക്കാം, വിദഗ്ധനെയും എളുപ്പത്തിൽ പഠിപ്പിക്കാം. എന്നാൽ അല്പം മാത്രം അറിവുള്ള അഹങ്കാരിയെ ബ്രഹ്മാവിന് പോലും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് അറിവ് നേടാനും അത് വിവേകത്തോടെ ഉപയോഗിക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ ഈ ഗുണം സ്ത്രീകളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. 3. സംരക്ഷക ഗുണം. ഒരു സ്ത്രീ എപ്പോഴും സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നു. അവളെ ശാരീരികമായും മാനസികമായും സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു പുരുഷനോടാണ് അവൾക്ക് താൽപ്പര്യമുണ്ടാകുന്നത്. സംരക്ഷണമെന്നത് വെറും ഭൗതികമായ സുരക്ഷ മാത്രമല്ല, അവളുടെ അഭിമാനത്തെയും സ്വപ്നങ്ങളെയും സംരക്ഷിക്കുന്നതിലാണ് കാര്യം. പ്രതിസന്ധിഘട്ടങ്ങളിൽ താങ്ങും തണലുമായി നിൽക്കുന്ന പുരുഷനെയാണ് അവൾ തേടുന്നത്. രാമായണത്തിലെ ശ്രീരാമൻ സീതയ്ക്ക് എന്നും ഒരു രക്ഷകനായിരുന്നു. രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോഴും രാമൻ തന്റെ ധീരതയും ശക്തിയും ഉപയോഗിച്ച് അവളെ വീണ്ടെടുത്തു. ഏതൊരു സാഹചര്യത്തിലും തന്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ തയ്യാറുള്ള മനസ്സാണ് ഒരു യഥാർത്ഥ പുരുഷന്റെ ലക്ഷണം. ആചാര്യ ചാണക്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക: ഭാര്യാമിത്രം ധനം വിദ്യ പഞ്ചേതാനി ഹി യസ്യസ്യു സജീവന്നേവ ലോകേസ്മിൻ യശഃ പ്രാപ്നോതി പഞ്ചമം. ഭാര്യ, സുഹൃത്ത്, ധനം, വിദ്യ എന്നിവ 5ഉം ഒരാൾക്കുണ്ടെങ്കിൽ അവൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വലിയ പ്രശസ്തി നേടും. ഇവിടെ ഭാര്യയെ സംരക്ഷിക്കേണ്ടത് ഒരു പുരുഷന്റെ കടമയാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കുക. 4. ക്ഷമയും വിനയവും. ക്ഷമയും വിനയവും ഒരു പുരുഷന്റെ സ്വഭാവത്തിലെ ശ്രേഷ്ഠമായ അലങ്കാരങ്ങളാണ്. എടുത്തുചാട്ടമില്ലാതെ കാര്യങ്ങൾ സാവധാനം ഗ്രഹിക്കാനും പ്രതികരിക്കാനും കഴിയുന്ന ക്ഷമയുള്ള പുരുഷനെ എല്ലാവരും ബഹുമാനിക്കും. അതുപോലെ എത്ര വലിയ വിജയം നേടിയാലും അഹങ്കാരം കൂടാതെ വിനയത്തോടെ പെരുമാറുന്ന പുരുഷൻ സ്ത്രീകളുടെ ഹൃദയം കീഴടക്കും. വിനയം മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കും. മഹാഭാരതത്തിലെ യുധിഷ്ഠിരൻ ക്ഷമയുടെയും വിനയത്തിന്റെയും മൂർത്തിരൂപമായിരുന്നു. എല്ലാ പ്രതിസന്ധിഘട്ടങ്ങളിലും അദ്ദേഹം ക്ഷമയോടെയും വിനയത്തോടെയും പെരുമാറി. ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ച അദ്ദേഹത്തിന്റെ ഈ ഗുണങ്ങൾ എല്ലാവർക്കും മാതൃകയാണ്. ചാണക്യർ ഇപ്രകാരം പറയുന്നു: വൃഥാഗർവം ന കർത്തവ്യം നാഭി നിന്ധ്യ സ്വകർമ്മിണി, ശ്ലാഘ്യോഃ പരഗുണേഃ നിത്യം നഹി തൃപ്യന്തി സജ്ജനാഃ. ഒരിക്കലും അനാവശ്യമായ അഹങ്കാരം കാണിക്കരുത്, സ്വന്തം കർമ്മങ്ങളെ നിന്ദിക്കരുത്. മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങളെ എപ്പോഴും പ്രശംസിക്കുക. സജ്ജനങ്ങൾ ഒരിക്കലും നന്മകൾ ചെയ്യുന്നതിൽ തൃപ്തരല്ല. വിനയത്തോടെ മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുന്നത് ഒരു നല്ല സ്വഭാവമാണ്.
അതുകൊണ്ട് ക്ഷമയും വിനയവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കുക. 5ാമത്തെ ഗുണം സ്ഥിരതയും വിശ്വസ്തതയും. ബന്ധങ്ങളിൽ സ്ഥിരതയും വിശ്വസ്തതയും പുലർത്തുന്ന പുരുഷനെ സ്ത്രീകൾ അങ്ങേയറ്റം വിലമതിക്കും. പെട്ടെന്ന് അഭിപ്രായങ്ങൾ മാറ്റുകയും വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നതും വിശ്വാസ്യതയെ തകർക്കും. ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളിലും തന്നോടൊപ്പം ഉറച്ചു നിൽക്കുന്ന വിശ്വസ്തനായ ഒരു പങ്കാളിയെയാണ്. വിശ്വസ്തത ഒരു ബന്ധത്തിന്റെ അടിത്തറയാണ്. രാമായണത്തിലെ ഹനുമാൻ വിശ്വസ്തതയുടെ ഉത്തമ ഉദാഹരണമാണ്. രാമനോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഭക്തിയും വിശ്വസ്തതയും അനശ്വരമാണ്. സീതയെ കണ്ടെത്താനും രാമന്റെ ദൗത്യം പൂർത്തിയാക്കാനും ഹനുമാൻ കാണിച്ച കൂറ് ലോകമെമ്പാടുമുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. വിശ്വസ്തധനീഹായ കശ്ചിത് പുരുഷോ നാസ്തി ഭൂതലേ തസ്മാത് സർവം പരിത്യജ്യ കാര്യം സ്വാത്മവശേന്യസൈത്. ഈ വാക്കുകൾ മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കരുത് എന്നോർമ്മിപ്പിക്കുന്നു. എന്നാൽ ഒരു ബന്ധത്തിൽ വിശ്വസ്തത പുലർത്തേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ വിശ്വസ്തത നിങ്ങളുടെ പങ്കാളിയുടെ ഹൃദയം നേടും. അതുകൊണ്ട് നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും സ്ഥിരതയും വിശ്വസ്തതയും കാത്തുസൂക്ഷിക്കുക. 6. കാര്യശേഷിയുള്ള സ്വഭാവം. സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി ഭംഗിയായി നിർവഹിക്കാൻ കഴിവുള്ള പുരുഷനെ സ്ത്രീകൾ ബഹുമാനിക്കും. ഏതു ജോലിയും ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് പൂർത്തിയാക്കാനുള്ള കഴിവ് ഒരു പുരുഷന്റെ നേതൃത്വഗുണത്തെയാണ് കാണിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണാൻ കഴിവുള്ള പുരുഷൻ എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കും. മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണൻ കാര്യശേഷിയുടെയും തന്ത്രജ്ഞതയുടെയും ഉദാഹരണമാണ്. പാണ്ഡവരുടെ ഓരോ നിർണായക ഘട്ടത്തിലും കൃഷ്ണൻ തന്റെ ബുദ്ധികൊണ്ടും തന്ത്രം കൊണ്ടും അവരെ സഹായിച്ചു. ഒരു കാര്യവും എളുപ്പത്തിൽ ഉപേക്ഷിക്കാതെ ലക്ഷ്യം കാണാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അസാമാന്യമായിരുന്നു. ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഉദ്യോഗനം പുരുഷസിംഹമുപൈതി ലക്ഷ്മി ദൈവമേവേതി കാ പുരുഷ വദന്തി. ദൈവം നിഹത്യ കുരു പൗരുഷമാത്മശക്തിയ യത്നേ കൃതേ യതി ന സിദ്ധ്യതി കോത്ര ദോഷഃ. പ്രയത്നം ചെയ്യുന്ന സിംഹതുല്യനായ പുരുഷനെ ലക്ഷ്മി കടാക്ഷിക്കും. വിധി മാത്രമാണ് കാരണമെന്ന് അലസൻ പറയുന്നു. വിധിയെ മാറ്റിവെച്ച് സ്വന്തം ശക്തികൊണ്ട് പുരുഷപ്രയത്നം ചെയ്യുക. ശ്രമിച്ചിട്ടും വിജയിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം? നിങ്ങളുടെ കാര്യശേഷിയാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും മടിക്കരുത്. 7. ദയയും സഹാനുഭൂതിയും. ശക്തനായ ഒരു പുരുഷൻ കരുണയുള്ളവനായിരിക്കും. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനും അവന് കഴിയും. ദയയും സഹാനുഭൂതിയും ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ നന്മയെയാണ് കാണിക്കുന്നത്. ദുർബലരോടും വേദനിക്കുന്നവരോടും കരുണ കാണിക്കുന്ന പുരുഷനെ സ്ത്രീകൾ ആദരവോടെ നോക്കിക്കാണും. ശ്രീബുദ്ധന്റെ ജീവിതം ദയയുടെയും സഹാനുഭൂതിയുടെയും ഉത്തമ ഉദാഹരണമാണ്. എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിച്ച അദ്ദേഹം ദുഃഖമില്ലാതാക്കാനുള്ള മാർഗമാണ് ലോകത്തിന് കാണിച്ചു തന്നത്. മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുമ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥ മനുഷ്യനാകുന്നത്. ചാണക്യസൂക്തങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ദയാധർമ്മസ്യ മൂലം ഹി. ദയയാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനം. ദയയും കരുണയും എല്ലാ നല്ല ഗുണങ്ങളുടെയും ഉറവിടമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദയയും സഹാനുഭൂതിയും വളർത്തുക. 8. ധാർമ്മിക മൂല്യം. ധാർമ്മിക മൂല്യങ്ങളിൽ ഉറച്ചുനിൽക്കുന്ന പുരുഷനെ സ്ത്രീകൾ വിശ്വസിക്കും. സത്യസന്ധതയും നീതിബോധവും നല്ല പെരുമാറ്റവും ഒരു ധാർമ്മികനായ പുരുഷന്റെ ലക്ഷണങ്ങളാണ്. തെറ്റായ മാർഗങ്ങളിലൂടെ നേടുന്ന വിജയത്തേക്കാൾ ധർമ്മത്തിലൂടെ നേടുന്ന ചെറിയ നേട്ടം പോലും വിലപ്പെട്ടതാണ്. ധാർമ്മികത ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നു. മഹാഭാരതത്തിലെ ഭീഷ്മർ ധാർമ്മികതയുടെ പ്രതീകമായിരുന്നു. സ്വന്തം തത്വങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്ത അദ്ദേഹത്തിന്റെ ജീവിതം ധർമ്മത്തിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. ഏത് സാഹചര്യത്തിലും സത്യം മാത്രം പറയുകയും നീതി പാലിക്കുകയും ചെയ്യുക എന്നത് ഒരു യഥാർത്ഥ പുരുഷന്റെ കടമയാണ്. സത്യമേവ ജയത്തെ നാനത്തം സത്യേന പന്ഥാവിതത്തോ ദേവയാൻഹ. സത്യം മാത്രമേ വിജയിക്കൂ, അസത്യമല്ല. സത്യത്തിലൂടെയാണ് ദേവന്മാരുടെ മാർഗം തുറക്കുന്നത്. നിങ്ങളുടെ ധാർമ്മികതയാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. 9. ശക്തമായ തീരുമാനങ്ങൾ. ജീവിതത്തിൽ ശരിയായ സമയത്ത് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള പുരുഷനെ സ്ത്രീകൾ ബഹുമാനിക്കും. വ്യക്തമായ ലക്ഷ്യബോധത്തോടെ ആത്മവിശ്വാസത്തോടെ തീരുമാനങ്ങളെടുക്കുന്ന പുരുഷൻ നേതൃത്വഗുണമുള്ളവനായിരിക്കും. സംശയങ്ങൾ കൂടാതെ ഉറച്ച മനസ്സോടെ മുന്നോട്ടു പോകാനുള്ള കഴിവ് ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വവും വിശ്വാസവും നൽകും. ചാണക്യൻ തന്നെ ശക്തമായ തീരുമാനങ്ങളിലൂടെയാണ് മൗര്യസാമ്രാജ്യത്തിന് അടിത്തറയിട്ടത്. തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അദ്ദേഹം വിജയം നേടി. ഒരു യഥാർത്ഥ പുരുഷൻ സാഹചര്യങ്ങളെ വിലയിരുത്തി ശരിയായ തീരുമാനങ്ങളെടുക്കാൻ കഴിവുള്ളവനായിരിക്കണം. ആചാര്യ ചാണക്യൻ പറയുന്നു: ആരംഭവീരാഹ ക്രമശോ നശ്യന്തി. അതായത് ആരംഭത്തിൽ മാത്രം ധീരത കാണിക്കുന്നവർ നശിച്ചുപോകുന്നു. ദൃഢനിശ്ചയത്തോടെയും സ്ഥിരതയോടെയുമുള്ള തീരുമാനങ്ങളാണ് വിജയത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക.
പ്രിയപ്പെട്ടവരെ, ചാണക്യന്റെ ഈ 9 അമൂല്യമായ സ്വഭാവ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വീശട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഈ ഗുണങ്ങൾ ഒരു പുരുഷനെ കേവലം വ്യക്തി എന്നതിലുപരി സമൂഹത്തിൽ ആദരണീയനും സ്ത്രീകളുടെ ഹൃദയത്തിൽ പ്രിയങ്കരനുമാക്കുന്നു. പുരാതന ഭാരതീയ ജ്ഞാനവും ചാണക്യസൂക്തങ്ങളും നൽകുന്ന ഈ വെളിച്ചം നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ തേജസ്സുള്ളതാക്കട്ടെ എന്നാശംസിക്കുന്നു. ഓർക്കുക, മാറ്റം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഓരോ ദിവസവും ഈ ഗുണങ്ങൾ വളർത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ പരിശ്രമം തീർച്ചയായും വിജയം കാണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. കൂടുതൽ പ്രചോദനാത്മകവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾക്കായി ചാണക്യ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ഭാവി ഞങ്ങൾ നിങ്ങൾക്കായി ആശംസിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.